ഞാൻ ശ്രീ ജയേന്ദ്രനിലേക്ക് പോകുന്നു. ശ്രീ എം ജയചന്ദ്രൻ, അഹമ്മദാബാദിൽ നടന്നിരിക്കുന്ന AICC സമ്മേളനത്തെ CPM എങ്ങനെയാണ് കാണുന്നത്? കാരണം പ്രധാന ശത്രു BJPയും RSSുമാണ്. അതിനെതിരെയാണ് ആ രണ്ട് പാർട്ടി സംവിധാനങ്ങൾക്കെതിരെയാണ് ഇവിടെ പ്രവർത്തിക്കേണ്ടത്. ഇവിടെ പ്രത്യയശാസ്ത്ര വ്യക്തത വരുത്തുന്നു. എന്താണ് നമ്മുടെ നിലപാട് എന്ന്, മൃദു ഹിന്ദുത്വമല്ല നിലപാടെന്ന് കൃത്യമായി പറയുന്നു രാഹുൽ ഗാന്ധി. അതിനെങ്ങനെയാണ് CPM കാണുന്നത്? ഇവിടെ ശ്രീ എൻ ശ്രീകുമാർ പറഞ്ഞതുപോലെ കോൺഗ്രസ് പുനരുജ്ജീവിപ്പിച്ച് നല്ല നിലയിലേക്ക് ഒരു പാർട്ടിയായിട്ട് വരുന്നതിൽ പിന്നെ അതൊരു നല്ല കാര്യമാണ്, ആഹ്ലാദിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ പ്രത്യയശാസ്ത്ര വ്യക്തത ഉണ്ട് എന്ന് പറയുമ്പോൾ ആണ് ചില സംശയങ്ങൾ സ്വാഭാവികമായും ഉയരുന്നത്. BJPയുടെ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ അവരുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഫലമായിട്ടാണ്, അതെല്ലാവർക്കും അറിയാം. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതുമില്ല. പക്ഷെ അത് മാത്രമല്ല കാരണം. BJP വിജയിക്കുന്നത് അവരുടെ പിന്നെ ജനപിന്തുണയുടെയോ വികസന പ്രവർത്തനങ്ങളുടെയോ മാത്രം അടിസ്ഥാനത്തിലുള്ളതല്ല എന്നുള്ള ഒരു ഐഡിയോളജിക്കൽ ക്ലാരിറ്റി ഈ സമ്മേളനത്തിൽ ഇതുവരെ കണ്ടില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ആഗോള ധനമൂലധനത്തിന്റെ, കോർപ്പറേറ്റ് മൂലധനത്തിന്റെയും ആഗോള ധനശക്തികളുടെയും കേന്ദ്രീകരണം ഇന്ത്യയിൽ 2014 മുതൽ വൻതോതിൽ നടക്കുന്നുണ്ട് എന്ന് എത്രയോ റിപ്പോർട്ടുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഈ ആഗോള കോർപ്പറേറ്റ് ശക്തികൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിന്റെ വിവിധ മാനങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയുകയും ചെയ്യാം. എങ്ങനെയാണ് അവർ മോദിയെ വിശേഷിപ്പിക്കുന്നത്, മോദി സർക്കാരിനെ വിശേഷിപ്പിക്കുന്നത് സ്റ്റേബിൾ, ഈ പ്രോ ഡെവലപ്മെന്റ് എന്നൊക്കെ പറഞ്ഞാണല്ലോ വിശേഷിപ്പിക്കുന്നത്. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഇതുവരെ ഒരു തരത്തിലും ഈ AICC സമ്മേളനം ഒരു ചർച്ച നടത്തുകയോ അത്തരത്തിലുള്ള പ്രഖ്യാപനം വരികയോ ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇതുവരെ എൻ്റെ മുമ്പിൽ അങ്ങനെ സാധനം വന്നിട്ടില്ല. ഞാൻ വിവിധ മാധ്യമങ്ങളിൽ, പ്രിന്റ് മീഡിയയിലും ഇലക്ട്രോണിക് മീഡിയയിലും നോക്കുകയും ചെയ്തു അത് സംബന്ധിച്ച് എന്തെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളത്. പക്ഷെ അങ്ങനെ വന്നിട്ടില്ല. അത്തരത്തിൽ പ്രശ്നം അത് തന്നെയാണ് സ്മൃതി. ഈ കോർപ്പറേറ്റ് ആഗോള ധനമൂലധനം എങ്ങനെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ 10 വർഷങ്ങളായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അറിയാത്ത ആളല്ല കോൺഗ്രസിലെ ഒരാൾ. പക്ഷേ അല്ല, അതല്ല പ്രശ്നം. അദാനി അംബാനി അല്ല പ്രശ്നമെന്നേ. ഈ പ്രധാനപ്പെട്ട വിമർശനം വരുന്ന ആ വിമർശനം ശക്തി പ്രാപിക്കുന്ന വേളയാണ് ഇപ്പോൾ. എന്താണെന്നറിയാമോ? 2014 2025 കോൺഗ്രസ് ഒരു പ്രതിപക്ഷമായി നിൽക്കേണ്ടത് BJPയുടെ കൂടെ ആവശ്യമാണ് എന്ന തരത്തിലുള്ള ചർച്ചകളാണ് ഉയർന്നു വരുന്നത്. അപ്പോൾ കാരണം പ്രതിപക്ഷമില്ലാത്ത ഒരു ഭരണമല്ല BJP ആഗ്രഹിക്കേണ്ടത് എന്നാണ് കോർപ്പറേറ്റ് ലോകം ആഗ്രഹിക്കുന്നത്. അവരുടെ താല്പര്യവും അതാണ്. അതിനനുസരിച്ച് കോൺഗ്രസിന് വിജയിക്കാൻ കഴിയുമായിരുന്ന സീറ്റുകൾ പോലും, അല്ലെങ്കിൽ 2-3% വ്യത്യാസത്തിൽ വന്നിരുന്നെങ്കിൽ 2024 ഇലക്ഷൻ റിസൾട്ട് എങ്ങനെയാകുമായിരുന്നു എന്നുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ചർച്ചകൾ നടക്കുന്ന സമയം കൂടെയാണിത്. അപ്പോൾ കോൺഗ്രസ് എങ്ങനെയാണ് തോറ്റു കൊടുത്തത് എന്ന ചർച്ചകൾ വരുന്ന സമയത്ത് കോൺഗ്രസിന്റെ AICC സമ്മേളനം നടക്കുമ്പോൾ അങ്ങനെയല്ല, കോൺഗ്രസിന്റെ പൊളിറ്റിക്കൽ പൊസിഷൻ ഇങ്ങനെയാണ് എന്ന് പറയേണ്ടതിന്റെ ഉത്തരവാദിത്വം ആ രാഷ്ട്രീയ നേതൃത്വത്തിനാണ് ഉള്ളത്. അത്തരത്തിലുള്ള പൊളിറ്റിക്കൽ പൊസിഷനിങ് കണ്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് കോൺഗ്രസ് തോറ്റു കൊടുക്കുകയാണോ ഇല്ലയോ എന്നുള്ള വേറെ ചർച്ചാ വിഷയമാണെങ്കിലും അത്തരത്തിലുള്ള ചർച്ചകൾ ഉയർന്നു വരുന്നത് കോൺഗ്രസിന് ഗുണകരമാണോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കുകയും മറുപടി പറയുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തം അവർക്കാണ്. മറ്റു പ്രധാനപ്പെട്ട കാര്യം, ഈ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ AICC സമ്മേളനത്തിൽ കർണാടക മോഡൽ എന്ന് പറഞ്ഞൊരു മോഡൽ തന്നെ ആവിഷ്കരിക്കുകയാണല്ലോ നമ്മൾ കാണുന്നത്. ഒരു കർണാടക മോഡൽ ആവിഷ്കരിച്ചിട്ട് ഇതാണ് താഴെത്തട്ടിലേക്ക് നടപ്പാക്കേണ്ടത്, അങ്ങനെ ഇത് നടപ്പാക്കി കഴിഞ്ഞാൽ സംസ്ഥാനങ്ങൾക്ക് നമുക്ക് തിരിച്ചു വരാൻ എളുപ്പമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് പറയുന്ന ഇന്നലെയാണ് അദ്ദേഹം AICC പറയുന്നത്. ആ സമ്മേളനത്തിൽ സമ്മേളനത്തിൽ ഇത് പറയുന്ന അതേ ഘട്ടത്തിൽ തന്നെ ബംഗളൂരുവിൽ അദ്ദേഹത്തിന് സാമ്പത്തിക ഉപദേഷ്ടാവ് രാമണ്ണ റെഡ്ഡി എന്ന് പറയുന്ന അദ്ദേഹത്തിന് സാമ്പത്തിക ഉപദേഷ്ടാവ് പറയുന്നത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ കറപ്റ്റഡ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ അഴിവ് നടക്കുന്ന സംസ്ഥാനങ്ങൾ 1ാം സ്ഥാനം കർണാടകയ്ക്കാണെന്ന് സിദ്ധരാമയ്യയുടെ സാമ്പത്തിക ഉപദേഷ്ടാവ് പരസ്യമായി പറയുകയാണ്. അത് നമ്മൾ കാണുകയാണ്. അപ്പോൾ ആ ഒരു വൈരുദ്ധ്യത്തിനെ എങ്ങനെയാണ് കോൺഗ്രസിന് അതിൻ്റെ അകത്തുള്ളൊരു ആൻസർ എന്നുള്ളത് ഈ സമ്മേളനത്തിന് പുറത്തു വരേണ്ടതാണ്. കാരണം കർണാടക മോഡൽ അവതരിപ്പിക്കുന്ന ആളാണ് കർണാടക CM AICC സമ്മേളനത്തിൽ. അപ്പോഴാണ് അദ്ദേഹത്തിന് സാമ്പത്തിക ഉപദേഷ്ടാവ് ഇത്തരത്തിൽ വിചിത്രമായ, അമ്പരപ്പിക്കുന്ന, പിന്നെ നമുക്ക് പെട്ടെന്ന് പൊരുത്തപ്പെടാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു സംഗതി ഭരണകക്ഷിയുടെ ഭാഗമായി നിൽക്കുന്ന സാമ്പത്തിക ഉപദേഷ്ടാവ് അവതരിപ്പിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ അത് അടക്കം കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? ശരി, ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.